പടക്കള സിനിമ ഇപ്പൊ ഈ ഇടക്കാലത്ത് കണ്ടതിൽ മലയാളത്തിൽ ഒരു നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ ഫാന്റസി ഐറ്റം. കുറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനൊരു സെറ്റപ്പ് കാണുന്നത്. ഒരു ബോഡി സോപ്പിംഗ് ഒരു തീമിൽ ഇതിഹാസക്കൊക്കെ ശേഷം. അയ്യോ, സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുന്നത് നമ്മൾ സിനിമയ്ക്കകത്താവും. പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് ഹാഫ് തീരണത് വരെ നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ച് ചിരിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ ടെയിലെന്തിലാണ് സംഭവമുണ്ട്. അതോടെ ഫസ്റ്റ് ഹാഫിൽ സുരാജേട്ടനെ കാണിക്കുമ്പോൾ നമ്മളായിരിക്കും ഈ പുള്ളിക്ക് എന്തായിരുന്നു ഈ സിനിമയിൽ. പക്ഷെ അത് ടെയിലന്റ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തിനായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു ത്രില്ലർ സാധനമാണ്. കോമഡി അയ്യോ ചിരിച്ച് മരിച്ച്. എന്തായാലും വളരെ നൈസായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് അനിമേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആണ്. ഷറഫുദ്ദീൻ്റെ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു പെർഫോമൻസും ഷറഫുദ്ദീൻ്റെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇത് പുള്ളിയുടെ കയ്യിൽ നിന്ന് വരുന്ന കുറേ കോമഡി സംഭവങ്ങളുണ്ട്, അതെല്ലാം ഇത് കിട്ടിയിട്ടുണ്ട്. സുരേഷേട്ടനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്തായാലും സിനിമ കൊള്ളാം. നല്ല ഇപ്പം ഇറങ്ങിയതിൽ കാണാൻ പറ്റിയ ഒരു പടം. ഒരു സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി മൂഡിൽ ഒരു കോമഡി എൻ്റർടൈനർ. നമ്മൾ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സിനിമയിൽ നമ്മൾ അത് ഇങ്ങനെ സിനിമ ഇങ്ങനെ പോകും. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സിനിമ യഥാർത്ഥ സിനിമയുടെ ജോണറിലോട്ടൊക്കെ എത്തും. പിന്നെ അവിടെ നമ്മളിങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ കോമഡി ഇങ്ങനെ പോകും. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നു, ഇങ്ങനെ കോമഡി ആയിട്ട് പോകും. അവിടെ നിന്ന് ഈ ഫസ്റ്റ് ഹാഫിന് ടെയിലെൻഡ് ആകുമ്പോഴാണ് നമ്മളായിട്ട് ചിരിപ്പിച്ച് ഞെട്ടിപ്പിച്ച് കുറേ സസ്പെൻസ് എലമെൻ്റ് ഒക്കെ തരണത്. അതുവരെ നമ്മൾ കണ്ട സിനിമയല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത്. ഇപ്പം ഇതെല്ലാം ഒരു കോമഡിയിലൂടെ പറഞ്ഞു പോകാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. ഒരു കാണുന്ന പ്രേക്ഷകന് ലാഗടിപ്പിക്കാതെ നമ്മൾ ആ സിനിമയെ ഇരുത്തി. പിന്നെ 1-2 പേര് പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ എന്നാലും അങ്ങനെ ബോറായിട്ട് തോന്നിയില്ല. അവരുടെ ഡയലോഗ് അത് ഇനി ചെയ്ത് വരുമ്പോൾ സൂപ്പറാവും. എനിവേ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഫാൻറ്റസി മോഡൽ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു കോമഡി ഫാൻറ്റസി മൂവിയാണ്. ഇതിനെപ്പറ്റി കുറച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടറിയുന്നതായിരിക്കും നല്ലത്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പോയ തിയേറ്ററിൽ 3 സ്ക്രീൻ ഉണ്ടായിരുന്നു. 3 സ്ക്രീനിൽ നടന്ന സിനിമ പ്രിൻസ്, തുടരും, പടക്കളം, 3 തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മലയാള സിനിമ ഇതുപോലെ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇനി ഇതുപോലെ മലയാള സിനിമകളൊക്കെ വന്ന് ഹൗസ്ഫുള്ളായിട്ടൊക്കെ ഓടട്ടെ.